ഇതിൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ജെയിംസ് പന്തമാക്കൽ കഴിഞ്ഞ 2 വർഷം മുമ്പാണ് പാർട്ടിയിൽ വേറൊരു പാർട്ടി ഉണ്ടാക്കി, DDF എന്ന് പറയുന്ന പാർട്ടി ഉണ്ടാക്കി അദ്ദേഹത്തെ പാർട്ടിയിലേക്ക് കൊണ്ടുവന്നു. പാർട്ടിയിലേക്ക് വന്നത് മുതൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടിക്ക് ജെയിംസ് പന്തമാക്കൽ ഒരു തലവേദനയാണ്, ഒരു തർക്കവുമില്ല. ഒരു പാർട്ടി നേതാവ് എന്നുള്ള നിലയിൽ അദ്ദേഹം പൂർണ്ണമായി ഒരു അച്ചടക്ക സമീപനത്തോടുകൂടി മുമ്പോട്ട് പോകണം. ഇപ്പം മിനിയാന്നാൾ ഇവിടെ ഒരു ഇഷ്യൂ ഇല്ല, നിങ്ങൾക്കറിയാമല്ലോ, ഈ കാസർഗോഡ് ജില്ലക്കകത്ത് സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ടോ നമ്മൾ ഓരോ പ്രദേശങ്ങളിൽ ഓരോ ഗ്രാമപഞ്ചായത്ത് വാർഡുകളിലായാലും മുനിസിപ്പാലിറ്റികളിലായാലും കോർപ്പറേഷൻ അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് ഡിവിഷനിലായാലും സ്ഥാനാർത്ഥി നിർണയവുമായി ഒരു സ്ഥലത്തും അപശബ്ദമില്ല. സ്ഥാനാർത്ഥി നിർണയം എന്ന് പറയുന്നത് DCC പ്രസിഡന്റ് മാത്രമല്ല നിർണ്ണയിക്കുന്നത്. ഇതിന് KPCCയുടെ നോംസ് അനുസരിച്ച് ഇതിന് കൃത്യമായ ഒരു ധാരണയുണ്ട്. ഗ്രാമപഞ്ചായത്ത് സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നത് ആ ഗ്രാമപഞ്ചായത്തിലെ വാർഡുകളിലെ പ്രവർത്തകന്മാരും നേതാക്കളുടെയും യോഗം വിളിച്ചുകൂട്ടി ഐക്യകണ്ഠേന എടുക്കുന്ന സ്ഥാനാർത്ഥികൾ. ആ സ്ഥാനാർത്ഥി നിർണയം എന്ന് പറയുന്നത് KPCCയുടെ നിർദ്ദേശപ്രകാരം പഞ്ചായത്ത് തലത്തിലുള്ള കോർ കമ്മിറ്റി, ആ കോർ കമ്മിറ്റി പഞ്ചായത്ത് തല കോർ കമ്മിറ്റി ചെയർമാനും കൺവീനറും ഐക്യകണ്ഠേന ഒപ്പിട്ട ലിസ്റ്റാണ്. അത് നിയോജകമണ്ഡലം കോർ കമ്മിറ്റി മുഖാന്തരം DCCയിൽ വരികയും ആ ലിസ്റ്റാണ് നമ്മൾ അംഗീകരിക്കുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനുള്ള സ്ഥാനാർത്ഥി നിർണയം എന്ന് പറയുന്നത് ഓരോ നിയോജകമണ്ഡലത്തിനും കോൺഗ്രസിൻ്റെ സമുന്നതരായ നേതാക്കൾ ഉൾക്കൊള്ളുന്ന ഒരു നിയോജകമണ്ഡലം കോർ കമ്മിറ്റിയുണ്ട്. ആ നിയോജകമണ്ഡലം കോർ കമ്മിറ്റിയാണ് ഓരോ ബ്ലോക്ക് ഡിവിഷനുകളിൽ നിന്നും മണ്ഡലം കമ്മിറ്റികൾ ശുപാർശ ചെയ്യുന്ന പേരുകൾ പരിശോധിച്ച് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ കോർ കമ്മിറ്റിക്ക് ലിസ്റ്റ് സമർപ്പിച്ചിട്ടുള്ളത്. അതിൽ 2 പേരുണ്ട്, ഒറ്റപ്പേരുണ്ട്. ജില്ലയിലെ കോർ കമ്മിറ്റി എന്ന് പറയുന്നത് സംസ്ഥാന KPCCയുടെ ഉപാധ്യക്ഷൻ, ഈ ജില്ലയുടെ ചുമതല വഹിക്കുന്ന M. ലിജു, രാജ്മോഹൻ ഉണ്ണിത്താൻ MP, KPCCയുടെ 2 ജനറൽ സെക്രട്ടറിമാർ കെ നീലകണ്ഠൻ, ഹക്കീം കുന്നിൽ, UDFന്റെ ജില്ലാ കൺവീനർ A. ഗോവിന്ദൻ നായർ, അതിനു പുറമെ 5 പോഷക സംഘടനയുടെ ജില്ലാ അധ്യക്ഷന്മാർ, സേവാദളിന്റെ സംസ്ഥാന ചെയർമാൻ രമേശൻ കരുവാച്ചേരി, യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ അധ്യക്ഷൻ, മഹിളാ കോൺഗ്രസിന്റെ ജില്ലാ അധ്യക്ഷൻ, KSUവിൻ്റെ ജില്ലാ അധ്യക്ഷൻ, അതുപോലെ തന്നെ ഇത്രയും ആളുകൾ ഈ 5, പിന്നെ അതുപോലെ തന്നെ സേവാദളിന്റെ ജില്ലാ അധ്യക്ഷൻ, ഇവരെല്ലാം അടങ്ങുന്ന കമ്മിറ്റിയാ. നമ്മൾ കഴിഞ്ഞ 14-ാം തീയതി തൊട്ട് 14, 15, 16, 17 ഈ 3 ദിവസം ജില്ലാ കോർ കമ്മിറ്റി കൂടി പഞ്ചായത്ത് തലത്തിൽ നിന്നും മുനിസിപ്പാലിറ്റികളിൽ നിന്നും വരുന്ന ഐക്യകണ്ഠേന വരുന്ന മുഴുവൻ ലിസ്റ്റുകൾക്കും നമ്മൾ അംഗീകാരം കൊടുത്തു. തർക്കമില്ലാതെ ഇനി തർക്കമുള്ള കാര്യങ്ങൾ മാത്രമാണ് 18-നും 19-നും ചേർന്ന നമ്മുടെ M. ലിജു പങ്കെടുത്ത MP-യുമായി ആശയവിനിമയം നടത്തിയ ആ കമ്മിറ്റി ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ അംഗീകാരം കൊടുത്തുകൊണ്ട് ഞാൻ പിറ്റേന്നാൾ നിങ്ങളെ മാധ്യമ സുഹൃത്തുക്കളെ കണ്ടുകൊണ്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ ഇവിടെ പ്രഖ്യാപിച്ചത്. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, ഇപ്പം ഇവൻ പറയുന്ന ആരോപണം DCC പ്രസിഡന്റ് മാത്രമാണ് സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്നത്. ഇതൊരു കമ്മിറ്റിയാണ്. ആ കമ്മിറ്റിയിൽ M. ലിജുവും കമ്മിറ്റി അംഗങ്ങളും ഒപ്പിട്ട ലിസ്റ്റാണ് കംപ്ലീറ്റ് ഉള്ളത്. ഇതിനൊരു മിനുസുണ്ട്. ഇവൻ വായിക്ക് തോന്നുന്നത് കോതക്ക് പാട്ട് പോലെ അവൻ പറയുന്നത്. ഞാൻ ചോദിക്കുന്നത്, ഒരുത്തിന് എന്തും പറയാലോ. ഇപ്പം ഇവൻ പറയുന്ന ആരോപണം ഞാൻ ജെയിംസ് പന്തമാക്കലിനോട് വെല്ലുവിളിക്കുന്നു, തെളിവ് സഹിതം. ഇപ്പം നിനക്കിപ്പോൾ ജെയിംസ് ഇപ്പം പറയാലോ, ഞാൻ അദ്ദേഹത്തോട് വെല്ലുവിളിക്കുന്നു. അദ്ദേഹം ഇത് ആരോടാണ് വാങ്ങിയത്, എന്താണ് വാങ്ങിയത് എന്ന് അദ്ദേഹത്തിന് ഇപ്പോൾ വന്ന പ്രശ്നം എന്ന് പറയാം, മറ്റൊന്നുമല്ല. നമ്മൾ ഈസ്റ്റ് ഏളേരി വിഷയവും വളരെ കൃത്യമായി ജെയിംസ് പന്തമാക്കലും പറയുന്ന സ്ഥാനാർത്ഥികൾക്ക് ഇപ്പോൾ അവിടെ ടോട്ടൽ 18 സീറ്റ്. ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന വിഷയം, അവിടെ ഒരു പാർട്ടിയുണ്ട്. ജെയിംസ് പന്തമാക്കൽ 10 വർഷക്കാലം പാർട്ടി പോയി വേറൊരു പാർട്ടി ഉണ്ടാക്കിയ സമയത്തും അവിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ നിലനിർത്തുന്നതിന് വേണ്ടി അവിടെ കഠിനാധ്വാനം ചെയ്ത പാർട്ടി നേതാക്കളുണ്ട്, പ്രവർത്തകന്മാരുണ്ട്. പാർട്ടിയെ നിലനിർത്തിയവരാണ്. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ജെയിംസ് പന്തമാക്കൽ അവിടെ മത്സരിച്ച സമയത്ത് ജെയിംസ് പന്തമാക്കലെ DDFനെതിരെ ശക്തമായ പോരാട്ടം നടത്തി മെമ്പർമാരുണ്ടായിട്ടുണ്ട്. അവിടെ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ ജെയിംസ് പന്തമാക്കൽ CPM-നെയും കൂട്ടി അവിടെ കോൺഗ്രസിനെ പരാജയപ്പെടുത്താൻ സമയത്തും
കോൺഗ്രസ് ശക്തമായ രൂപത്തിൽ അവിടെയുള്ള പാർട്ടി നേതൃത്വം, ഇന്നുള്ള മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വം ഒറ്റക്കെട്ടായി നിന്നിട്ടുണ്ട്. ജെയിംസ് വന്നതിന് ശേഷം ജെയിംസിന് ഒരു അവഗണനയും കൊടുത്തിട്ടാ ജെയിംസിനെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡൻ്റാക്കി. സ്വാഭാവികമായും ഈ സീറ്റ് ചർച്ചയിലും ജെയിംസ് പറഞ്ഞ ആളുകൾക്ക് 4ഓളം ആളുകൾക്ക് പാർട്ടി സീറ്റ് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇവിടെ പേരെന്നെ വായിക്കാം. ഇപ്പോൾ ജെയിംസ് പറഞ്ഞ് അവിടെ കമ്പല്ലൂർ ബ്ലോക്ക് ഡിവിഷനിൽ അവിടെ നമ്മൾ പരിഗണിച്ച സ്ഥാനാർത്ഥി വേറെയായിരുന്നു. പക്ഷേ ജെയിംസ് യൂത്ത് കോൺഗ്രസിന് മുൻ നിയോജക മണ്ഡലം പ്രസിഡന്റ് സോണി പൊടിമറ്റത്തിന് സീറ്റ് കൊടുക്കണമെന്ന് പറഞ്ഞു. നമ്മൾ കോർ കമ്മിറ്റി കൊടുത്തു, ചിഹ്നം കൊടുത്തു. നിങ്ങൾ വെരിഫൈ ചെയ്യണം. ചിഹ്നം കൊടുത്തു. ചിഹ്നം 2 ദിവസം നമ്മളെ സംബന്ധിച്ചിടത്തോളം വിഷയങ്ങൾ തീർക്കണമല്ലോ.